അങ്ങനെ നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണർ, അതായത് ഫൈസൽ ഖാൻ, ഈ പുള്ളിക്കാരാണ്. നിങ്ങൾ എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്നതാണ് ഈ പുള്ളിക്കാരൻ്റെ പുതിയ ഹൗസ് വാമിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് എല്ലാ ഗസ്റ്റുകളെയും മറ്റേ സെലിബ്രിറ്റീസിനെയും ഗസ്റ്റിനെയും കുറേ ബിസിനസ്മാൻസിനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആയ നമ്മുടെ ആദിലയും നൂറേനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ വീട്ടിൽ വിളിച്ച് വരുത്തി എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതായത് ഇവരുടെ ജെൻഡർ അറിഞ്ഞിട്ടാണ്, ഇവരുടെ ജെൻഡർ ലെസ്ബിയൻ കപ്പിൾസ് ആണെന്ന് അറിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വിളിച്ചത്. പക്ഷെ എന്നിട്ട് പുള്ളിക്കാരൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടേന്നാണ് എനിക്കറിയാൻ പാടില്ലാതെ. അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ അവരുടെ ജെൻഡറും, അതായത് അവർ കാണിക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ എൻ്റെ വീട്ടിൽ വിളിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിക്കാരൻ്റെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. പക്ഷേ രശ്മിൻ്റെ കെയർ ഓഫിലാണ് പുള്ളിക്കാരൻ നമ്പർ കിട്ടിയത്, ഇവരുടെ നമ്പർ കിട്ടിയത്. എന്നിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വിളിച്ചു വരുത്തിയ ഗസ്റ്റ്, അതായത് അതിഥിയെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് അപമാനിച്ച് വിടുന്നത് ഭയങ്കര മോശമായ ഒരു പരിപാടിയാണ്. അതായത് പുള്ളിക്കാരനാണ് ഇവർ വിളിച്ചു വരുത്തിയെങ്കിൽ വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അവർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതായത് അവർ ഇപ്പം അവരുടെ സെക്ഷുവാലിറ്റി ഇപ്പം പുള്ളിക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല. അവർ ലെസ്ബിയൻ, അവർ കുറേ വർഷത്തെ റിലേഷനാണത്. അപ്പോൾ അവരുടെ ഒരു റിലേഷൻ അറിഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഇമാതിരി പരിപാടി കാണിക്കുന്നത് വളരെ മോശമായിപ്പോയി.